ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്, നമസ്കാരം. ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണ്? ഇവിടെ ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് 7 ഓഫ് കപ്സ് ആണ്. ഇത് ചില കൺഫ്യൂഷൻസ്, അതുപോലെ തന്നെ പല പല ഓപ്ഷൻസ്, ഒരു ഇല്യൂഷൻസ് എന്നിവയൊക്കെ കാണിക്കുന്നു. അതായത് നിങ്ങൾ ഒരു വിഷയത്തെ സംബന്ധിച്ച് പല പല ചിന്തകളിലും ചില സാധ്യതകളിലും കുഴങ്ങി നിൽക്കുകയാണ്. ചുറ്റുപാടുമുള്ളതെല്ലാം സത്യമാണെന്നുള്ള തോന്നൽ നിങ്ങൾക്കുണ്ട്, പക്ഷേ അത് യഥാർത്ഥമല്ല. ഒരു ഡിവൈൻ മെസ്സേജസ് ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാം അങ്ങനെ വിശ്വസിക്കേണ്ട. ഹേർട്ട് ബേസ്ഡ് ആയിട്ടുള്ള ഇല്യൂഷൻസ് എല്ലാം തന്നെ ഒഴിവാക്കി തീർത്തും ഗ്രൗണ്ടഡ് ആയിട്ട് നോക്കുക. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഏസ് ഓഫ് വാൻസ് ആണ്. ഒരു പുതിയ തുടക്കത്തിനെ സൂചിപ്പിക്കുന്നു. ചില പാഷൻസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ, സ്പാർക്ക്, ഡിവൈൻ ഇൻസ്പിറേഷൻ എന്നിവയെ സൂചിപ്പിക്കുന്ന കാർഡാണ് ഏസ് ഓഫ് വാൻസ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു പുതിയ ഐഡിയ അല്ലെങ്കിൽ ഒരു പുതിയ ബന്ധം അല്ലെങ്കിൽ പുതിയ ചില തീരുമാനങ്ങൾ തുടങ്ങാനുള്ള ഒരു അർജ് ശക്തമാകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അതായത് യൂണിവേഴ്സ് ഇവിടെ നിങ്ങൾക്ക് ചില പുതിയ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഒരു ഗ്രീൻ സിഗ്നൽ നൽകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. അനുകൂല സമയമാണ്. 5 ഓഫ് സോർട്സ് ഒരു ചില തർക്കങ്ങൾ, ഈഗോ ക്ലാഷസ്, ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള വിക്ടറി. ഇതൊരു മുന്നറിയിപ്പ് കാർഡാണ്. നിങ്ങൾ ശരിയാണെങ്കിലും എല്ലാ യുദ്ധവും ജയിക്കേണ്ടതില്ല. ഈഗോ ബാറ്റിൽസ് എല്ലാം തന്നെ ഒഴിവാക്കുക. ഒരു പോയിന്റ് പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം അതൊരു സമാധാനപരമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ ശ്രമിക്കുക. നെക്സ്റ്റ് കാർഡ് ക്യൂൻ ഓഫ് സോർട്സ് ആണ്. ഒരു അൾട്ടിമേറ്റ് ക്ലാരിറ്റി, ചില സത്യങ്ങൾ, അതുപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇമോഷണലായിട്ട് മെച്യൂരിറ്റി വരുന്ന സമയം. ഇവിടെ ഡിവൈൻ പറയുന്നത് ഇമോഷണലി വീക്കായി നിൽക്കാതെ ലോജിക്കലി വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിച്ച് മുന്നേറുക. നിങ്ങൾക്ക് സത്യം കാണാനുള്ള ഒരു ശക്തിയുണ്ട്. ഒരു സോഫ്റ്റ് ഹേർട്ട്, അതുപോലെ തന്നെ ഒരു ഷാർപ്പ് മൈൻഡായിട്ട് നിങ്ങളെ സെറ്റ് ചെയ്യുക. ഓവറാൾ ഇന്നത്തെ ഒരു ഡിവൈൻ ഗൈഡൻസ് നോക്കുമ്പോൾ നിങ്ങളുടെ കൺഫ്യൂഷൻ ക്ലിയർ ആകുന്നു. പുതിയ ഒരു തുടക്കം വരുന്നു. പക്ഷേ ചില പ്രകോപനങ്ങൾ അല്ലെങ്കിൽ തർക്കങ്ങൾ അത് ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക. ഫൈനൽ പവർ എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു ക്ലാരിറ്റിയിലാണെന്ന് ഡിവൈൻ സന്ദേശം പറയുന്നു. നിങ്ങൾക്കിന്ന് ഒരു പ്രത്യേക വിഷയത്തെ സംബന്ധിച്ച് ഒരു വലിയൊരു റിയലൈസേഷൻ, ചില കാര്യങ്ങൾ അറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചതാണെങ്കിൽ ശരിക്കും സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുക എന്ന് കാണിക്കുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങളിൽ ക്ലാരിറ്റി ഡിവൈൻ തന്ന് അനുഗ്രഹിക്കുന്നത് ട്രൂത്ത് ബേസ്ഡ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ വേണ്ടി മാത്രമാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമുക്ക് കിട്ടിയിരിക്കുന്ന ഡിവൈൻ ഗൈഡൻസ് എന്ന് പറയുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഡിവൈന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. താങ്ക് യു യൂണിവേഴ്സ്.